കുറേ നാളായി ഒരു കൊറിയൻ ഡ്രാമ സീരീസൊക്കെ കണ്ടിട്ട്. സോ അങ്ങനെ തുടങ്ങിയൊരു സീരീസാണ് ഈ ഷോപ്പ് ഫോർ കില്ലേഴ്സ് എന്ന സീരീസ്. സോ ഒരു കൊല്ലത്തായി ഈ സീരീസ് ഇറങ്ങിയിട്ട്, ഒരു സീസൺ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. സോ 8 എപ്പിസോഡേ ഉള്ളൂ. ഓരോ എപ്പിസോഡ് ഓരോ മണിക്കൂർ വെച്ച് വരുന്നുണ്ട്. സോ ഒരു കിടിലൻ സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ആക്ഷൻ ഡ്രാമ ജോണറിൽ വരുന്ന സീരീസ് തന്നെയാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഫുള്ളി ഒരു ഫോക്കസ് ആയിട്ടുള്ള ഇവർ സ്റ്റോറി ടെല്ലിങ്ങിനാണ്. ഒരു നോൺ ലീനിയർ ടൈപ്പിൽ അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് എല്ലാം വരുന്നത്. സോ അതിൻ്റെ തന്നെ ഇവർ മെയിനായിട്ട് ഫോക്കസ് ആയിട്ടുള്ളത് ഈ കഥ പറയുന്ന രീതിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. അതാണ് ഇതിനകത്ത് മെയിൻ. ഈ ആക്ഷനെല്ലാം ഇവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ആക്ഷൻ കാര്യങ്ങളുണ്ട്, അത് അവിടെ ഇവിടെ ആയിട്ടുള്ള സെറ്റ് പീസസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഉള്ള ആക്ഷൻസ് ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. ബട്ട് ഫുൾ ആൻഡ് ഫുൾ ഇപ്പം ജോൺ വിക്ക് പോലെയോ അങ്ങനത്തെ ഒരു ഫുൾ ആൻഡ് ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ സീരീസ് അല്ല. ഒരു നോൺ ലീനിയർ കഥയെ കൊണ്ട് തന്നെ ഇവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടിട്ടാണ് കുറേ കാര്യങ്ങൾ കാണിച്ചു പോകുന്നത്. സോ ഓരോ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അയക്കുന്ന ഓരോ കാര്യങ്ങൾ ആ റിവീൽ ചെയ്യുന്നത് നമുക്കിങ്ങനെ മനസ്സിലാവും. അത് കാണുമ്പോൾ ഒരു സുഖം വേറെ തന്നെയായിരുന്നു. സോ ആ റിവീലേഷൻ പോർഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇവർ ഓരോ സ്റ്റോപ്പ് വെച്ചിട്ടായിരിക്കും ഓരോരോ സീക്വൻസ് ഇവർ കട്ട് ചെയ്യുന്നത്. സോ അടുത്ത സീക്വൻസ് വരുന്നത് വേറെ ഏതെങ്കിലും എപ്പിസോഡിലായിരിക്കും. സോ വിട്ട സീക്വൻസിൻ്റെ ഒരു ഗ്യാപ്പ് ഇവർ അടുത്ത ഒരു എപ്പിസോഡിൽ ഇവർ ഫില്ല് ചെയ്യും. സോ അങ്ങനത്തെ രീതിയിലേക്ക് ഒരു നോൺ ലീനിയറായിട്ട് ഒരു പാസ്റ്റ് പ്രസന്റ് രീതിയിലേക്കാണ് ഇവർ പ്രസന്റ് ചെയ്ത് പോയിട്ടുള്ളത് ഈ സീരീസ്. അതിൻ്റെ അപ്പുറം തന്നെ അടിപൊളി ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ ഒരു ഇമോഷൻസും അവരെ ഒരു കണക്ഷൻസ് ഒക്കെ നല്ല ഇങ്ങനെ കണക്ട് ആകുന്നതിനെ കൊണ്ട് നല്ല ഇങ്ങനെ ആസ്വദിച്ചു പോയി സീരീസ്. സ്റ്റോറി പ്ലോട്ട് ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞു പോകുകയാണെങ്കിലും ഒരു വെപ്പൺ ഷോപ്പ് നടത്തുന്ന ഒരു അങ്കിളും പിന്നെ ജാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് വരുന്ന ഒരു ക്യാരക്ടറും. സോ ഒരു അങ്കിൾ ഒരു ദിവസം മരിച്ചു പോകുന്നത്. ആ ഒരു അങ്കിൾ മരിച്ചു പോകുന്ന ശേഷം തന്നെ കുറേ കില്ലേഴ്സ് ആ ഒരു അങ്കിൾ തേടിയെത്താണ്. സോ ഒരു കുട്ടി അങ്ങനെ അതിനകത്ത് സർവൈവ് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ സീരീസാണ്. മൊത്തത്തിൽ ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം വെടിവെപ്പ് കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു സർവൈവൽ രീതിയാണ് ഈ സിനിമയിൽ കാണിച്ചിരുന്നത്. ആ ഒരു കുട്ടി അങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കുന്നത്. സോ മൊത്തത്തിലൊരു സർവൈവൽ മൂലമാണ് സീരീസ് കാണിച്ചു പോകുന്നത്. ഒരു പാസ്റ്റും പ്രസൻറ്റും കാണിച്ചു പോകുന്ന സീരീസാണ്. ഇതിൻ്റെ അത് പാസ്റ്റാണ് കുറച്ചും കൂടി കൂടുതൽ ഇവർ കാണിച്ചിട്ടുള്ളത്. ആണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ ഒരു പാസ്റ്റ് രീതി തന്നെയാണ്. ഒരു പാസ്റ്റ് ഒരു നോൺ ലീനിയാരിറ്റിയിലെല്ലാം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നടക്കുന്ന പാസ്റ്റ് അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. സോ അത് നമുക്ക് ഫുള്ളി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ കണക്ട് ആവും. നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്പാടെ മനസ്സിലാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇങ്ങനെ കണക്ട് ആയി. ഇങ്ങനെ ഫുൾ ടൈം ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റിയൊരു സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഒരു ബോറോഡിയോ കാര്യങ്ങളോ ലാഗോ ഒന്നും തോന്നിയിട്ടില്ല. എൻ്റെ ആക്ഷൻ സെറ്റ് പീസ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഷൂട്ടിംഗ് ആണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. ബട്ട് അധികം പേര് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഫയറിങ് ഗണ്ണ് കാര്യങ്ങളിലാണ്. കത്തിനെ കൊണ്ടുള്ള പരിപാടിയിലുണ്ട്. ബട്ട് ഒരു വെറും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഒന്നും ഇതിൻ്റെ കാണുന്നില്ല. പക്ഷേ ഉള്ള ആക്ഷൻ സെറ്റ് പീസസ് ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഇതിൻ്റെ ലാസ്റ്റ് 8ാമത്തെ എപ്പിസോഡിൽ കിഡിലും ക്ലിഫ് ഹാങ്ങർ ഒരു കൊടുത്തിട്ടുണ്ട് സീസൺ 2ലേക്കുള്ള. അത് ഭയങ്കര സ്പെഷ്യലി നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ക്ലൈമാക്സ്. സോ സീസൺ 2 അടിപൊളിയായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ സീസൺ 1 അവസാനം കാണുമ്പോൾ ഒരു ക്ലിഫ് ഹാങ്ങർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ സീസണിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സ്റ്റോറിയിലാണ്. ഈ സ്റ്റോറിയിൽ സ്പോയിലറായിട്ടൊന്നും പറയുന്നില്ല. ഒരു ക്യാരക്ടറിൻ്റെ അകത്ത് മരിക്കുന്നതായിട്ട് കാണുന്നത്. ഒരു ക്യാരക്ടറിനെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ മരിച്ചിട്ട് ആ ഒരു ക്യാരക്ടർ ജീവനോട് വരുന്നുണ്ട്. സോ ആ സാധനം കൊന്നതായിട്ട് കാണിച്ചിട്ടും പിന്നെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ വന്നുള്ള കാര്യങ്ങൾ ഇവർ അതിൻ്റെ അകത്ത് കാണിക്കില്ല. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഈ സീസൺ കാണിച്ചുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് മാത്രം ഒരു ഫുൾഫിൽ ചെയ്യാണ്ട് അവിടെ വെച്ച പോലെ തന്നെ ഫീൽ ചെയ്തു. ബാക്കി എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാവും. ബട്ട് അതെങ്ങനെയാണെന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ വരും. അത്രയ്ക്ക് ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. ഇതിൻ്റെ ഒരു ഡ്യൂറേഷനോ കാര്യങ്ങളോ ലാഗോ കാര്യങ്ങളോ എനിക്കൊന്നും തോന്നിയിട്ടില്ല. സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് എനിക്ക് ഫീൽ ചെയ്തു. ആക്ഷൻ ഡ്രാമ ഒരു രീതിയിൽ കണ്ടു നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മൊത്തത്തിൽ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് അതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ആ സ്റ്റോറീനെ കാണാൻ വേണ്ടി മാത്രം ഈ സീരീസ് കാണാം. കിട്ടുന്ന സീരീസാണ്. സോ അത്ര പറയണം.